एनडीए सुहृदगढ़ बीते 11 वर्षों में करोड़ों देशवासियों को बैंकिंग व्यवस्था से जोड़ने का बहुत बड़ा काम हुआ है। अब गरीब, एससी, एसटी, ओबीसी, महिलाओं, फिशरमैन, इन सभी को भी आसानी से बैंक लोन मिलने लगे हैं, जिनके पास कोई गारंटी नहीं है। सरकार खुद उनकी गारंटर बन रही है। പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തെ സാധാരണ മനുഷ്യരെ ബാങ്കിംഗ് സമ്പ്രദായവുമായി ബന്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ വലിയ പ്രയത്നമാണ് നടത്തിവരുന്നത്. അതുമൂലം രാജ്യത്തെ പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗം, സ്ത്രീകൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയ വിവിധ ദുർബല വിഭാഗങ്ങൾക്ക് ഇന്ന് ബാങ്ക് വായ്പ അനായാസം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. വായ്പയെടുക്കാൻ ഈട് നൽകാനില്ലാത്തവർക്ക് കേന്ദ്ര സർക്കാർ സ്വയം ഈട് നിന്ന് ഇന്ന് വായ്പ വിതരണം ചെയ്യുന്നുമുണ്ട്. एनडीए सुहृदगढ़े जो लोग सड़कों के किनारे गलियों में सामान बेचते हैं, इन स्ट्रीट वेंडर्स की स्थिति भी पहले बहुत बुरी थी। उन्हें सामान खरीदने के लिए कुछ 100 रुपये भी महंगे ब्याज पर लेने पड़ते थे। केंद्र सरकार ने पहली बार इनके लिए पीएम स्वनिधि स्कीम बनाई। इस स्कीम के बाद देश भर में लाखों साथियों को बैंकों से बहुत मदद मिली है। लाखों स्ट्रीट वेंडर्स को जिंदगी में पहली बार बैंक से कोई लोन मिला है। പ്രിയപ്പെട്ടവരെ, നേരത്തെ നമ്മുടെ രാജ്യത്തെ വഴിയോര കച്ചവടക്കാർ, തെരുവ് കച്ചവടക്കാർ എന്നിവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. കച്ചവട സാധനങ്ങൾ വാങ്ങാനായി അവർക്ക് ചെറിയ തുകയ്ക്ക് പോലും വലിയ പലിശ കൊടുക്കേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇവർക്കായാണ് കേന്ദ്ര സർക്കാർ ആദ്യമായി പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. ഇതോടെ ലക്ഷക്കണക്കിന് സഹോദരങ്ങൾക്ക് ബാങ്കിൽ നിന്ന് വലിയ സഹായങ്ങൾ കിട്ടാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാർക്ക് ജീവിതത്തിൽ ആദ്യമായി ബാങ്ക് വായ്പ കിട്ടിയതും പീഎം സ്വനിധി പദ്ധതി നടപ്പാക്കിയ ശേഷമാണ്. एनडीए सुहृदगढ़े अब भारत सरकार एक कदम आगे बढ़ते हुए इन साथियों को क्रेडिट कार्ड दे रही है। थोड़ी देर पहले यहां भी पीएम स्वनिधि क्रेडिट कार्ड दिए गए हैं। इसमें केरला के 10,000 और तिरुवनंतपुरम के 600 से अधिक साथी हैं। पहले सिर्फ अमीरों के पास ही क्रेडिट कार्ड होता था, अब स्ट्रीट वेंडर्स के पास भी स्वनिधि क्रेडिट कार्ड है. പ്രിയപ്പെട്ടവരെ, ഈ തെരുവ് കച്ചവടക്കാരായിട്ടുള്ള സാധാരണക്കാരെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു ചുവട് കൂടി വെച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇന്നു മുതൽ ക്രെഡിറ്റ് കാർഡുകൾ നൽകുകയാണ്. അല്പം മുമ്പാണ് ഇതേ വേദിയിൽ പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഈ പദ്ധതിയുടെ കീഴിൽ കേരളത്തിലെ 10,000 കണക്കിനും തിരുവനന്തപുരത്തെ 600ഓളം തെരുവ് കച്ചവടക്കാർ ഈ പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുണ്ട്. നേരത്തെ നമ്മുടെ രാജ്യത്തെ പണക്കാരുടെ കൈകളിൽ മാത്രമുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തെരുവ് കച്ചവടക്കാരുടെ കൈകളിലും എത്തിക്കാൻ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ട്. അവർക്കിന്ന് പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ട്. एनडीए सुहृदगढ़े केंद्र सरकार कनेक्टिविटी, साइंस एंड इनोवेशन और हेल्थ केयर पर भी बहुत अधिक निवेश कर रही है. केरला में सीएसआईआर के इनोवेशन हब का लोकार्पण, मेडिकल कॉलेज में रेडियो सर्जरी सेंटर की शुरुआत, इनसे
केरला को साइंस, इनोवेशन और हेल्थ केयर का हब बनाने में मदद होगी। പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തെ നഗരങ്ങളെ തമ്മിൽ, സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കൽ, സയൻസ്, ഗവേഷണം, കണ്ടുപിടുത്തം, ആരോഗ്യരംഗം എന്നീ മേഖലകളിലും കേന്ദ്രം ഇന്ന് വലിയ തോതിൽ നിക്ഷേപം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിൽ CSIRലെ ഇന്നൊവേഷൻ ഹബ്ബ് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. നമ്മുടെ ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ റേഡിയോ സർജറി സെന്ററിന് ഇന്ന് തുടക്കമായിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ശാസ്ത്രം, ഗവേഷണം, കണ്ടുപിടുത്തം, ആരോഗ്യം എന്നീ മേഖലകളുടെ ഒക്കെ ആസ്ഥാന കേന്ദ്രമായി മാറാൻ കേരളത്തിന് സഹായകരമാകും. एनडीए सुहृदगणे, आज देश के दूसरे हिस्सों से केरला की रेल कनेक्टिविटी और सशक्त हुई है। थोड़ी देर पहले जिन अमृत भारत एक्सप्रेस ट्रेनों को हरी झंडी दिखाई गई है, इससे केरला में ईज ऑफ ट्रैवल को बल मिलेगा। इससे टूरिज्म सेक्टर को भी बहुत फायदा होगा। गुरुवायूर से त्रिशूर के बीच नई पैसेंजर ट्रेन तीर्थयात्रियों के लिए सफर को और आसान बनाएगी। इन सारे प्रोजेक्ट से केरला के विकास को भी गति मिलेगी। विकसित केरला से ही विकसित भारत का सपना पूरा होगा। इसमें केंद्र सरकार पूरी शक्ति से केरला के लोगों के साथ खड़ी है। आप सभी को फिर से एक बार बहुत बहुत शुभकामनाएं देता हूं। अभी इसके बाद बगल में ही केरला के हजारों लोग, उत्साही लोग, आत्मविश्वास से भरे लोग मेरे भाषण का इंतजार कर रहे हैं और वहां भी मुझे बहुत खुल करके बोलने का मौका मिलेगा, जमकर के बातें करने का मौका मिलेगा और मीडिया को भी इसमें ज्यादा इंटरेस्ट नहीं होगा, उसमें ही ज्यादा होगा। तो मैं आज इस कार्यक्रम में यहीं पर अपनी बात पूरी करूंगा और फिर मैं 5 मिनट के बाद बगल में कार्यक्रम में जाकर के वहां बहुत सी बातें जो केरला के भविष्य से जुड़ी हुई हैं, मैं जरूर वहां बताऊंगा।